ഇതിൽ അടുത്ത ടെക്നിക്കിന് തത്വ രൂപം കഴിഞ്ഞ അടുത്ത തത്വദർശനം. തത്വദർശനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 24 ആത്മതത്വങ്ങൾ എന്താണെന്ന്, അടുത്ത വിദ്യാതത്വങ്ങൾ എന്താണ്, അടുത്ത ശിവദർശനം എന്താണെന്നുള്ള ഐഡിയ കിട്ടും. ഇപ്പം നിങ്ങൾ വന്ന് ആത്മതത്വം എന്ന് പറഞ്ഞാൽ എന്താന്ന് 24 പ്രിൻസിപ്പിൾസ്. 24 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പഞ്ചഭൂതം 5, തന്മാത്ര 5, 10, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, 15, കർമ്മേന്ദ്രിയങ്ങൾ 5, 20, ഇതുപോലെ അന്ധകരണങ്ങൾ 4. അപ്പോൾ 24. ഈ 24ഉം ക്രാസ് ചെയ്തതാണ് തത്വങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മൂലാധാരത്തിൽ വിശുദ്ധി ക്രാസ് ചെയ്യുമ്പം നിങ്ങൾ ഇതിനെ അറിഞ്ഞ് ഇതിനെ ട്രാൻസെൻഡ് ചെയ്യും. അറിഞ്ഞ് ട്രാൻസെൻഡ് ചെയ്യും. അപ്പോൾ അത് എന്തെന്ന് വെച്ചാൽ എല്ലാം പഞ്ചഭൂതം, മൂലാധാരത്തിൽ നിന്ന് വിശുദ്ധി വരെയല്ലേ പഞ്ചഭൂതം നിൽക്കുന്നത്. അപ്പോൾ 24 തത്വങ്ങൾ ക്രാസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ കിട്ടും. നമ്മളിപ്പോൾ ഒന്ന് തത്വങ്ങളിൽ നിന്ന് കുറച്ച് ഉയർന്നിരിക്കുകയാണ്. 24 തത്വങ്ങൾ ക്രാസ് ചെയ്തല്ലോ. ഇനി ക്രാസ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ നിലയിലിരിക്കുമ്പോൾ ഉള്ള ഇത് പശുവാണ്. അത് വന്ന് ഒരു ആത്മാ സ്റ്റേജിൽ വരും. ആത്മാന്നുള്ള ഫുൾ അവയർനെസ് കിട്ടും. എന്തോന്ന് ഈ വിശുദ്ധി വരെ ക്രാസ് ചെയ്ത് ഈ തത്വങ്ങളെ ദർശനം ചെയ്യുമ്പോൾ അതിൻ്റെ ശേഷം 24 തത്വങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തത് എന്താണെന്ന് വെച്ചാൽ വിദ്യാതത്വം 7. വിദ്യാതത്വം എന്തൊക്കെയാണ്? വിദ്യാതത്വം എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ? ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ട്. അത് വിദ്യാതത്വങ്ങൾ എന്ന് പറഞ്ഞാൽ കാലം, നിയതി, കലൈ, വിദ്യ, അറാഹം, പുരുഷൻ, മായ. ഇതാണ് വിദ്യാതത്വങ്ങൾ 7. അപ്പോൾ യോഗി വന്ന് എനർജി വിശുദ്ധിയിൽ നിന്ന് ആജ്ഞയിൽ ഉണർന്ന് ഉയർത്തി കൊണ്ടുപോകുമ്പം ഈ ക്രാസ് ദീസ് വിദ്യാതത്വങ്ങൾ. ഇങ്ങനെ വിദ്യാതത്വങ്ങൾ ക്രാസ് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ അറിവ് കിട്ടും. എന്തോന്ന് പഠിക്കാതെ അറിവ് കിട്ടുന്ന ഇപ്പോഴല്ലേ സ്കൂള്, കോളേജ്, PhD ഒക്കെ. അന്ന് ഗുരുകുല എഡ്യൂക്കേഷനും ഉണ്ടായിരുന്നു. ഗുരുകുലം പോകാതെ സെൽഫ് റിയലൈസേഷനും സെപ്പറേറ്റും ഉണ്ടായി പഠിക്കാതെ അവർ പലരും വന്നിട്ടുണ്ടല്ലോ. ഇതൊന്ന് പഠിക്കാതെ തന്നെ പെട്ടെന്ന് റിയലൈസേഷൻ കിട്ടിയത് അതിൻ്റെ ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയവരുണ്ട്. അതിൽ ഞങ്ങളിപ്പോൾ കർണാടകത്തിൽ എന്തെന്ന് കന്നഡത്തിൽ ഒരാളുണ്ടല്ലോ, സർവജ്ഞൻ. ഇതേമാതിരി ഇതുകൊണ്ട് അവർക്ക് സ്കൂളിൽ കോളേജൊക്കെ പോയില്ല. അവർക്ക് അറിവ് സെപ്പറേറ്റ് സ്വന്തമായിട്ട് കിട്ടിയത് മാതിരി. അതേമാതിരി തന്നെ ഈ വീരശൈവത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? വീരശൈവത്തിലെ 6 ബസവണ്ണ ഒരു ദിവസം കാട്ടിൽ പോയ ആൾ തിരിച്ചു വരുമ്പോൾ സിദ്ധനായിട്ട് വന്നു. അപ്പോൾ സിദ്ധനാഴ്ച അപ്പോൾ അവർ കോളേജിലും വയിലുള്ള ഒരു റിയലൈസേഷൻ അനുഗ്രഹം കിട്ടിയപ്പോൾ അവർ എല്ലാം അറിഞ്ഞു. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ആജ്ഞയ്ക്ക് വന്നു കഴിഞ്ഞാൽ വിശുദ്ധിയിൽ നിന്ന് ആജ്ഞയിൽ അവർ ധ്യാനത്തിൽ കൂടെ എനർജിയെ കൊണ്ടുവന്നാൽ ഈ വിദ്യകളും ഇതൊക്കെ ക്രാസ് ചെയ്തും അവർ എല്ലാത്തെയും സ്വന്തമായി അറിയാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ശേഷം നിങ്ങൾ ഏത് സബ്ജക്റ്റെക്കുറിച്ച് ചോദിച്ചാലും അവർ ആൻസർ പറയും. അങ്ങനെയാണ്. രമണ മഹർഷിയും ഒരു സ്റ്റേജ് എത്തിയപ്പോൾ പലരും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് പല സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വേദത്തിലുള്ള ഇതൊക്കെ അങ്ങേര് എവിടെയെങ്കിലും പോയി പഠിച്ചില്ലല്ലോ. അങ്ങേര് 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിച്ചിട്ട് നേരെ വന്ന് ധ്യാനം ചെയ്താണ് റിയലൈസ് ആയത്. അപ്പോൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്ന ഒരു കഴിവ് വന്നല്ലോ. അപ്പോൾ പഠിക്കാതെ തന്നെ വന്ന്. അതേമാതിരി മറ്റേ രാഘവേന്ദ്രറും എന്താണെന്ന് വെച്ചാൽ പഠിക്കാതെ തന്നെ 64 കലകളും അങ്ങേർക്ക് സൂക്ഷ്മങ്ങൾ മനസ്സിലാക്കി. അതാ രാജാവ് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങേർക്ക് പരിമള ആചാര്യാർന്ന് പട്ടവും കൊടുത്തു. അപ്പോൾ പഠിക്കാതെ അറിവ് കിട്ടുമെന്നുള്ള എവിഡൻസ് ഉണ്ട്. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ വിശുദ്ധിയിൽ നിന്ന് കുണ്ടലിനെ ആജ്ഞയിൽ കയറിയ ഈ എനർജി, ഈ കോൺഷ്യസ്നെസ് കിട്ടും. ഓക്കെ, പിന്നെ ആജ്ഞയിൽ നിന്ന് സഹസ്രാരത്തിന് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ വന്ന് 5 തത്വമുണ്ട്. ശിവതത്വം എന്തൊക്കെ? ശിവതത്വം സദാശിവം, ശുദ്ധവിദ്യ, ഈശ്വരം, ബിന്ദു, നാദം. ഇതാണ്
5 ശിവതത്വം ഇതേയും കൂടെ ക്രാസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വന്ന് ശിവനോട് ഐക്യമാകാൻ പറ്റും. അപ്പോൾ ഈ 36 തത്വങ്ങളുടെ ദർശനം കിട്ടും. ദർശനം വെച്ചാൽ ഫുൾ നോളജ്. ഫസ്റ്റ് ഒരു റഫായിട്ടുള്ള ഐഡിയ, ഇപ്പോൾ ഫുൾ നോളജ് കിട്ടി. അപ്പോൾ ഈ ഫുൾ നോളജ് കിട്ടിയ ഈ തത്വങ്ങളെ ഇനി ക്രാസ് ചെയ്യണം. ക്രാസ് ചെയ്താണ് അതിൻ്റെ പ്രോസസ്സിൻ്റെ പേര് തത്വശുദ്ധി. തത്വശുദ്ധി എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആത്മാന്ന് പറയുന്നത് ഇതല്ല, ഇതിൽ ഈ തത്വങ്ങളിൽ നിന്ന് വേർപെട്ടതാണ്. ഈ ശിവനെ അടയാനുള്ള മാർഗത്തെ തടസ്സം ചെയ്യുന്നതാണ് ഈ തത്വങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. ആ തത്വങ്ങളെ നിങ്ങൾ ഒന്ന് മൈൻഡ് ചെയ്യാതെ അതിനെ പിന്തള്ളിയിട്ട് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ സെൽഫ് ഫ്രീ ആത്മാവിലോട്ട് നിങ്ങളുടെ ഫോക്കസ് എന്തെന്ന് അറിയാൻ തുടങ്ങും. അപ്പോൾ ഇന്ത്യയിലുള്ള തത്വങ്ങളിലും പശുപതി പാസം അങ്ങനെ മാൻ മാറ്റർ ഗാഡ് എന്തോന്ന് മാൻ മാറ്റർ ഗാഡ്. അപ്പോൾ മാൻ വേറെ ഗാഡ് വേറെ, മാറ്ററാണ് ഇടയിൽ നിന്ന് കൺഫ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, മാറ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. മാറ്ററിൽ നമ്മൾ ഇൻവോൾവ് ആയി കാര്യമില്ല. നമുക്ക് മുക്തി നേടണമെങ്കിൽ അടുത്ത സ്റ്റേജ് നമ്മൾ ആരാണെന്ന് അറിയണം. സെൽഫ് റിയലൈസേഷൻ. ഇതൊന്ന് സെൽഫ് റിയലൈസേഷൻ വേണം. സെൽഫ് റിയലൈസേഷൻ ആത്മാ എന്തെന്ന് അറിയണമെന്നുള്ള ഒരു ഇൻട്രസ്റ്റിലോട്ട് പോകും. അപ്പോൾ ഈ സ്റ്റേജ് എത്തുമ്പോൾ തത്വശുദ്ധി, അതായത് നിങ്ങൾ തത്വങ്ങളെ ക്രോസ് ചെയ്തെന്നർത്ഥം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 3 സ്റ്റേജ് നിങ്ങൾ ക്രോസ് ചെയ്തു. ശിവയോഗ വഴി തത്വരൂപം മനസ്സിലാക്കി. പിന്നെ അതിനെ സ്റ്റഡി ചെയ്യുന്നതാണ് തത്വദർശനം, അതും ചെയ്തു. അപ്പോൾ അത് ഇതൊക്കെ കൊണ്ട് കാര്യമില്ല എന്ന് അതിനെ മാറ്റി വെച്ച് അടുത്ത ആത്മാവ് സ്റ്റഡി ചെയ്യാൻ പോകുന്നു. അതിൻ്റെ പേരാണ് ആത്മരൂപം. 4ാമത് നമ്പർ എന്തോന്ന് ആത്മരൂപം. അപ്പോൾ ആത്മ എന്തെന്നാണെന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ അങ്ങനെ